പ്രിയമുള്ളവരെ, ചിലരൊക്കെ കിട്ടുന്ന പൈസയൊക്കെ അടിച്ച് പൊളിച്ച് ഇന്നത്തെ ദിവസം ഇന്ന് എന്ന് പറഞ്ഞങ്ങ് ജീവിക്കും. കാരണം നാളെ നമ്മൾ ജീവിച്ചിരിക്കുമോ ഇല്ലയോ എന്ന് എന്തുറപ്പമുള്ളത്. അപ്പം അതുകൊണ്ട് കിട്ടുന്ന പൈസ ഇന്ന് തന്നെ അടിച്ച് പൊളിച്ച് സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നു. ചിലർ വെള്ളടിക്കുന്നു, ചിലർ മറ്റ് പല ആഭാസങ്ങൾക്കൊക്കെ ആയിട്ട് അങ്ങനെ കംപ്ലീറ്റ് പൈസ തീർത്ത് ജീവിക്കുന്നവർ. അതിനവർ ഒരു ഉദാഹരണവും കൂടെ പറയും. ബൈബിളിൽ പറയുന്നത് കേട്ടിട്ടില്ലേ? നിങ്ങൾ കിളികളെ നോക്കുവിൻ, പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. ഈ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് ഇവരിങ്ങനെ ജീവിതത്തെ ഒട്ടും പ്ലാനിങ് ഇല്ലാതെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ആ ബൈബിളിൽ തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ഉറുമ്പുകളെ നോക്കുവിൻ, ഉറുമ്പുകളെ നിരീക്ഷിക്കുവിൻ, അവയിൽ നിങ്ങൾക്ക് പാഠമുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉറുമ്പുകൾ വളരെ ചെറിയൊരു ജീവിയാണ്. ഏത് സമയത്തും അവരിങ്ങനെ ജോലി ചെയ്യും. ചിലപ്പോൾ ഒരു ചെറിയ അരിമണി കിട്ടിയാൽ അവർ അത് പൊലിച്ചുകൊണ്ട് പോകുന്ന കാണാം. അവർക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സാധനങ്ങൾ അവർ കൂട്ടമായിട്ട് വന്നുകൊണ്ട് കൊണ്ടുപോകുന്നത് കാണാം. ഇവരെവിടേക്കാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത്? മഴക്കാലം വരുന്നതിന് മുൻപ് സ്വസ്ഥമായ പൊത്തുകളിൽ അവരൊത്തിരിയേറെ ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കും. അവർക്ക് മാത്രമല്ല, അവരുടെ കുടുംബത്തിലുള്ള പ്രായമായവർക്കും വികലാംഗർക്കും അമ്മമാർക്കും എല്ലാവർക്കും വേണ്ടി. അവരുടെ ആ ഒരു ഒത്തൊരുമയും ഭാവിയെക്കുറിച്ചുള്ള കരുതലും, അതാണ് ബൈബിളിൽ ഉറുമ്പുകളെ നിരീക്ഷിക്കുവിൻ, അവയിൽ നിങ്ങൾക്ക് പാഠമുണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം, നമ്മൾ ജീവിക്കുമ്പോൾ നല്ല ഒരു പ്ലാനോട് കൂടി നമ്മൾ നാളെ മരിക്കുകയോ മരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ ആരുടെ മുന്നിലും കൈനീട്ടി നമ്മൾ യാചകൻ്റെ അവസ്ഥയിലേക്ക് തരം താഴാതിരിക്കാൻ ഇപ്പം തന്നെ കിട്ടുന്നതിൽ നിന്നൊരംശം നാളേക്ക് വേണ്ടി കരുതി വെച്ചുകൊണ്ട് ജീവിക്കുക. ജീവിതം സന്തോഷകരമായിരിക്കും.